നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 42 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തിയത്. ഇന്ന് 43-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തെ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാഃ. ഇവിടെ അർജുനൻ തുടർന്ന് പറയുകയാണ്, വർണ്ണസങ്കരകാരകൈ കുലഘ്നാനാം ഏതൈ ദോഷൈ, അതായത് വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന, കുലഘ്നാനാം കുലം നശിപ്പിക്കുന്നവരുടെ, ഏതൈ ദോഷൈ ഈ ദോഷങ്ങളാൽ, ശാശ്വത ജാതിധർമാ ശാശ്വതങ്ങളായ, ഒരിക്കലും നശിക്കാത്ത എന്നാണ് ഇവിടെ ചിരകാലമായി നിലനിന്നു വരുന്ന ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും ഉത്സാദ്യന്തെ നശിച്ചു പോകുന്നു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വർണ്ണസങ്കരം കൊണ്ട് കുലം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നശിപ്പിക്കുന്ന ഈ കുലദ്രോഹികളായിട്ടുള്ള ഇവരുടെ ദുഷ്കർമ്മങ്ങളെ കൊണ്ട് എത്രയോ കാലമായി നിലനിന്നു പോന്നിരുന്ന ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും, ഈ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചിട്ട് ഓരോ വ്യവസ്ഥകള്, ഓരോ കുലത്തിനും ഓരോ ധർമ്മങ്ങള് വെച്ചിട്ടുണ്ട്, അത് നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വർണ്ണസങ്കരമൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾ വ്യതിചലിക്കുന്നത്. ഇങ്ങനെ കുലാചാരങ്ങളൊക്കെ നശിച്ചാൽ ആ സമൂഹം തന്നെ നശിച്ചു പോകും എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. അടുത്ത ശ്ലോകം ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ പറയുന്നു. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസ ഭവതീത്യനുശുശ്രുമ. അല്ലയോ ജനാർദ്ദന എന്ന് കൃഷ്ണനെ സംബോധന ചെയ്തു. എന്നിട്ട് ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം, കുലധർമ്മങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്ക് നരകേ നിയതം വാസ ഭവതി ഇതി അനുശുശ്രുമ, നരകത്തിലാണ് എന്നും വാസം എന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ കുലാചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യര് സദാകാലവും നരകത്തിൽ വസിക്കാൻ ഇടയാകും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ശ്ലോകത്തില് അഹോബത മഹത് പാപം കർത്തും വ്യവസിതാ വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. യത് വയം രാജ്യസുഖലോഭേന, ഏതൊന്നുകൊണ്ടാണോ ഞങ്ങൾ രാജ്യസുഖത്തിൻ്റെ ആഗ്രഹം കൊണ്ട്, സ്വജനം ഹന്തും ഉദ്യതാഃ സ്വജനങ്ങളെ ഹനിക്കുവാൻ ഉദ്യമിക്കുന്നുവോ, തത് മഹാപാപം കർത്തും ആ മഹാപാപം, ആ വലിയ പാപം ചെയ്യാൻ വ്യവസിതാ തുനിയുന്നുവോ, അഹോ ബത അയ്യോ കഷ്ടം, മഹാകഷ്ടമായി പോയി തന്നെ. അതായത് രാജ്യസുഖത്തിലുള്ള, രാജ്യം ലഭിച്ചാൽ ഉണ്ടാവുന്ന സുഖത്തിലുള്ള അതിമോഹം കാരണം നമ്മളെ ബന്ധുജനങ്ങളെയൊക്കെ യുദ്ധത്തിൽ കൊല്ലാൻ ഒരുമ്പെട്ട് വന്നത് വലിയ കഷ്ടം തന്നെയാണ്. വലിയ പാപം ചെയ്യാനാണ് ഞങ്ങൾ തുടങ്ങുന്നത്. കഷ്ടം, വളരെ കഷ്ടമായി പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് സ്വാർത്ഥമോഹം കൊണ്ടാണ്
ഈ ബന്ധുമിത്രാദികളെ ഒക്കെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ച് യുദ്ധം ചെയ്യാൻ ഇവിടേക്ക് വന്നത്. അത് വളരെ കഷ്ടമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ഇവിടെ അർജുനൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. യതി മാമപ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. ശസ്ത്രപാണയ ധാർത്തരാഷ്ട്ര, ആയുധം കയ്യിലെടുത്ത ധാർത്തരാഷ്ട്രന്മാർ, ധൃതരാഷ്ട്രപുത്രന്മാർ, അശസ്ത്രം അപ്രതീകാരം മാം, അശസ്ത്രനായി നിൽക്കുന്ന, ആയുധം ഇല്ലാതെ നിരായുധനായി, അപ്രതീകാരം പ്രതികാരം ചെയ്യാത്തവനായി, അതായത് എതിർക്കാത്തവനുമായ, മാം യതി രണേ ഹന്യു തത് മേ ക്ഷേമതരം ഭവേത്, എന്നെ യുദ്ധത്തിൽ വധിക്കുമെങ്കിൽ അത് എനിക്ക് ഏറ്റവും ക്ഷേമത്തിനായി ഭവിക്കും. ഇവിടെ അർജുനൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആയുധധാരികളായിട്ടുള്ള ദുര്യോധനാദി ധാർത്തരാഷ്ട്രന്മാര് ആയുധം ഇല്ലാതെ അവരോട് ചെറുത്തു നിൽക്കാനൊന്നും ഒരുങ്ങാതെ നിൽക്കുന്ന അർജുനനെ യുദ്ധത്തിൽ വധിക്കുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ്. എന്നാലും ഈ സ്വജനങ്ങളെ വധിച്ചു എന്നുള്ള ഒരു പാപം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ പാപം ഏൽക്കുന്നതിനേക്കാളും നല്ലത് ഈ ധാർത്തരാഷ്ട്രന്മാർ നിരായുധനായി നിൽക്കുന്ന എന്നെ വധിക്കുന്നതാണ് എന്നാണ്. ഈ സ്വബന്ധുക്കളോട് അല്ലെങ്കിൽ സ്വജനങ്ങളോട് യുദ്ധം ചെയ്ത് അവരെ വധിച്ച് ലഭിക്കുന്ന ഈ രാജ്യസുഖം നരകത്തിന് തുല്യമാണ് എന്നൊക്കെ അർജുനൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർജുനൻ ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തില് സഞ്ജയ ഉവാച എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സഞ്ജയൻ പറയുകയാണ്, ഏവമുക്ത്വാർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസ. സഞ്ജയൻ പറഞ്ഞു, അർജുന ഏവം ഉക്ത്വാ, അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ട്, ശോകസംവിഘ്നമാനസ, ശോകം കൊണ്ട് ദുഃഖം കൊണ്ട് സംവിഘ്നമായ മനസ്സോടുകൂടി, സംഘേ യുദ്ധത്തിൽ, സശരം ചാപം വിസൃജ്യ, ശരത്തോടു കൂടിയ വില്ല് ഉപേക്ഷിച്ചിട്ട്, രഥോപസ്ഥ ഉപാവിശത്, ആ തേർത്തട്ടിൽ ഇരുന്നു. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോടാണ് പറയുന്നത്. ഇതുവരെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞതെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, അർജുനൻ ഇപ്രകാരമൊക്കെ പറഞ്ഞ് ഏറ്റവും വിഷാദഹൃദയനായി, അതുകൊണ്ട് തന്നെ ചഞ്ചലമാനസനായിട്ട് യുദ്ധമധ്യത്തിൽ വെച്ച് തൻ്റെ അമ്പും വില്ലും താഴെയിട്ട് ആ തേർത്തട്ടിൽ ഇരുന്നു. ആദ്യം യുദ്ധാരംഭ സമയത്ത് ഏറ്റവും ഉത്സാഹത്തോടെ തൻ്റെ ശത്രുപക്ഷത്തെ ആ സൈന്യസന്നാഹം നിരീക്ഷിക്കുന്നതിനായി രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായി തൻ്റെ രഥം സ്ഥാപിക്കാൻ പറഞ്ഞ ആ അർജുനനാണ് ഇപ്പോൾ വിഷാദഗ്രസ്തനായി തൻ്റെ അസ്ത്രചാപങ്ങൾ താഴെയിട്ട് ആ യുദ്ധഭൂമിയുടെ മധ്യത്തിൽ അത്യന്തം ദുഃഖിതനായി ഇരിക്കുന്നത്. ഇവിടെ അർജുന വിഷാദയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായ.